നിയന്ത്രിതമായി മാത്രമേ ഈ ദുരന്തം നടന്ന പ്രദേശത്തേക്ക് ആളുകളെ കയറ്റിവിടുന്നുള്ളൂ. അത് സ്വാഭാവികമായും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ നടത്തിപ്പ് അത് സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇന്നലെ അടക്കം ധാരാളം ആളുകൾ ഇങ്ങോട്ട് എത്തിയത് ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രധാനമായും ഈ പാത, അതായത് മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയ്ക്ക് പോകുന്ന ഏക പാത ഇതാണ്. അതുകൊണ്ട് തന്നെ ചൂരൽമല, അട്ടമല പ്രദേശങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ റോഡിലെ മണ്ണ് നീക്കുക എന്നുള്ളതിന് കൂടി പ്രഥമ പരിഗണന നൽകിയിരുന്നു. സ്വാഭാവികമായും ഈ കാണാതായ ആളുകളെ തിരഞ്ഞ് അവരെ കണ്ടെത്തുന്നതിനുള്ള പരിഗണനയ്ക്കൊപ്പം തന്നെ റോഡ് കൂടി ഗതാഗത യോഗ്യമാക്കുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും അവിടെ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരുന്നു. തുടർന്നാണ് ഈ പാതയിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. അപ്പോൾ കുറച്ചുകൂടി സുഗമമായി മണ്ണ് നീക്കുന്ന മണ്ണുകൾ അത് ഇവിടെ നിന്ന് മാറ്റുന്നതിനൊക്കെ തന്നെ സാധിക്കും. അതിനുവേണ്ടിയാണ് ആദ്യം ഈ റോഡ് ക്ലിയർ ആക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് വിവിധ സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഈ പ്രദേശത്ത് നടക്കുക. ഇവിടെ പ്രധാനമായും ഇനി കണ്ടെത്താനുള്ള ആളുകൾക്ക് വേണ്ടി, അതായത് ഇതുവരെ ഔദ്യോഗിക കണക്ക് പ്രകാരമുള്ള ആളുകളെ കൂടാതെ മറ്റാരെങ്കിലും അവിടെ പെട്ടുകിടക്കുന്നുണ്ടോ, ആരെങ്കിലും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഒക്കെ തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഊർജിതമായ ഒരു തിരച്ചിലിനാണ് ഇന്ന് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുള്ള സ്ഥലം, അവിടെ നിന്ന് താഴേക്ക് കുത്തിയൊലിക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമാണ്. മാത്രമല്ല ഇപ്പോഴും ഈ ദുരന്തം നടന്ന പ്രദേശത്ത് മഴയുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും കനത്ത മഴയാണ് ഈ മേപ്പാടി മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അത് ഈ രക്ഷാപ്രവർത്തനത്തിന്, മണ്ണ് നീക്കൽ പ്രവർത്തനത്തിനൊക്കെ തന്നെ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാകുന്നതിനടക്കം ഈ മഴ കാരണമാകുന്നുണ്ട്. ഏതായാലും ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഏതാനും സംഘങ്ങൾ രാവിലെ തന്നെ എത്തി ഇപ്പോൾ തിരച്ചിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതലായി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെയുണ്ട്. ആ ഭാഗത്ത്, അതായത് റോഡിൻ്റെ സെൻട്രൽ ഭാഗത്തേക്കായിട്ടുള്ള ഭാഗത്തൊക്കെ തന്നെ തിരച്ചിൽ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ തിരച്ചിൽ രക്ഷാദൗത്യം രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി വൈകിയാണ് ഈ തിരച്ചിൽ അവസാനിപ്പിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. സാധ്യമായ രീതിയിലുള്ള എല്ലാ തരത്തിലും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രക്ഷാപ്രവർത്തകർ ചെയ്യുന്നത്. ഈ വീടിൻ്റെ അടക്കം ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കാണിച്ചതാണ്. ഈ വീട് പൂർണ്ണമായും നാശാവസ്ഥയിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം, കൃത്യമായി ആ ഭാഗത്തേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടായ ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മുകളിൽ നിന്ന്, അതായത് ആ ഭാഗത്ത് ഈ പദ്ധതിയുടെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്ത് അവിടെ ഒരു ലെയറായി ഇട്ടിരിക്കുന്ന ഭാഗമായിരുന്നു. ആ ഭാഗത്ത് മണ്ണൊലിച്ചിൽ തടയുന്നതിന് വേണ്ടി കോൺക്രീറ്റ് പാളികൾ ഈ മണ്ണിന് മുകളിൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ആ കോൺക്രീറ്റ് പാളി ഉൾപ്പെടെയാണ് ഇന്നലെ ഈ മണ്ണിടിച്ചിലിൽ കുത്തി ഒലിച്ച് വന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു അപകടമാണ് ഇന്നലെ ഉണ്ടായത്. ഈ മീനാക്ഷി പാലത്തിനുൾപ്പെടെ കേടുപാടുകൾ ഈ ഭീമൻ കോൺക്രീറ്റ് ഭിത്തി എത്തിയതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബലക്ഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അത്തരം നടപടികൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തിരച്ചിൽ രക്ഷാ ദൗത്യം തന്നെയാണ്. 2 മന്ത്രിമാരും സംഭവ സ്ഥലത്തേക്ക് രാവിലെ മുതൽ തന്നെ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവർ നേരിട്ടായിരിക്കും, മന്ത്രി എ പി അനിൽകുമാറും ഉപമന്ത്രി ടി സിദ്ദീഖും ഒരുമിച്ചായിരിക്കും ഈ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നടത്തുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഈ 2 മന്ത്രിമാരും ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ആ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. കുത്തിയൊലിച്ച് ആ മലയൊന്നാകെ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയായിരുന്നു. ജീവനും കൊണ്ടോടിയ തൊഴിലാളികൾ, അതിൽ പെട്ടുപോയ തൊഴിലാളികൾ, മരിച്ച 3 പേരും അതിഥി തൊഴിലാളികളാണ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഏതായാലും ഇനി കണ്ടെത്താനുള്ളത് നിർമ്മാണ മേഖലയിൽ തന്നെയുള്ള തൊഴിലാളികളെയാണ്. അതല്ലാതെയുള്ള ആളുകളുണ്ടോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നു. ഇവർക്കായൊക്കെയുള്ള തിരച്ചിലാണ് ഇന്ന് ഏതായാലും നടക്കുക. പാത സുഗമമാക്കി എന്നുള്ളതാണ് ഇന്നത്തെ രക്ഷാദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കുറച്ചുകൂടി വേഗത്തിൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ പങ്കുവെക്കുന്നത്. നിമി, സുധിഷ, എനിക്ക് തോന്നുന്നു ആ സ്ഥലത്ത് ഇപ്പോഴും ചെറിയ രീതിയിൽ മഴയുണ്ട്. നേരത്തെ കിരൺ പറയുമ്പോഴും അവിടെ മഴ പെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ പകൽ വെളിച്ചത്തിൽ തെരച്ചിൽ നടന്നു. ഇന്നൊരു സമ്പൂർണ്ണ തെരച്ചിലായിരിക്കുമോ? പരമാവധി മണ്ണ് നീക്കിയുള്ള ഒരു പരിശോധനയായിരിക്കുമോ ഇന്ന് നടക്കുക?
അതെ നിമ്മി, ഏതാണ്ട് ഇന്ന് പുലർച്ചെ 3 മണി വരെ ഇവിടുത്തെ ഈ രക്ഷാദൗത്യം നീണ്ടിരുന്നു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ റോഡിൽ മുഴുവൻ വലിയ മൺകൂനകളാണ്. നമുക്ക് ആ മൺകൂനയുടെ ഒരു ഉയരമൊക്കെ തന്നെ അവിടെ ആ മണ്ണുമാന്തി യന്ത്രം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ കഴിഞ്ഞേക്കും. അത്രയധികം മണ്ണ്, അതായത് ആ മല ഇടിഞ്ഞു വന്ന മണ്ണും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ കൂട്ടിയിട്ടുള്ള മണ്ണും ഈ മലയിടിച്ചിലുണ്ടായപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണുകൂടിയാണ് ഈ റോഡിലേക്കും ഈ ഭാഗത്തേക്കും കുത്തി ഒലിച്ചിറങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു മൺകൂമ്പാരമാണ് ഈ പ്രദേശത്തേക്ക് ഒഴുകിയെത്തിയത്. അതായിരുന്നു ആ റോഡിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മറുഭാഗത്തു നിന്ന് ആരെങ്കിലും കണ്ടെത്തിയപ്പോഴൊക്കെ തന്നെ ഇന്നലെ അവരെ നടന്ന് ചുമന്ന് ഏതാണ്ട് മീറ്ററുകൾക്കകം 100-200 മീറ്ററിലധികം ദൂരത്തേക്ക് ചെളിയിലൂടെ നടന്ന് കൊണ്ടുവന്ന ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റോഡ് ഇന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഇന്ന് തിരച്ചിൽ നടത്താനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. താഴെ ഭാഗത്തേക്കടക്കം തിരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. മണ്ണ് മാന്തി പൂർണ്ണമായുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നടക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലാണ്, അതായത് ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാത മുഖം എന്ന് പറയുന്നത് ആ ദുരന്തം നടന്ന അല്ലെങ്കിൽ ആ മണ്ണിടിച്ചിൽ നടന്നിട്ടുള്ള തൊട്ടിപ്പുറത്ത് തന്നെയാണ്. അവിടെയാണ് തുരങ്കത്തിന്റെ മുഖം വരുന്നത്. ആ ഭാഗത്തൊക്കെ തന്നെ മണ്ണെടുത്തതും മണ്ണ് കൂട്ടിയിട്ടതുമായ ഭാഗത്തൊക്കെ തന്നെ നീല പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയതൊക്കെ തന്നെ നമുക്ക് കാണാം. ഈ പദ്ധതി പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാക്കിയത് എന്നതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഉൾപ്പെടെ ഒലിച്ചു വന്നതാണ് ഇത്രയധികം ദുരന്തത്തിന് ആഘാതം കൂട്ടുന്നതിന് കാരണമായിട്ടുള്ളത്. പോലെ തന്നെ മണ്ണിൽ കോൺക്രീറ്റ് ഭിത്തി അതും മീറ്ററുകളോളം താഴേക്ക് ഒലിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതിന് താഴെ മീനാക്ഷി പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ ഇരുഭാഗങ്ങളിലുമായി ഈ മൺകൂനകൾ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ തന്നെ തിരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തേക്കുമുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ളൊരു തിരച്ചിലാണ് നടക്കുന്നത്. ഇനി ഈ 4 സോണുകളാക്കിക്കൊണ്ട് NDRF-ഉം ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് സംഘങ്ങളും ചേർന്നാണ് പരിശോധന നടത്തുക. മന്ത്രിമാർ അത് ഏകോപിപ്പിക്കാൻ സ്ഥലത്ത് രാവിലെ മുതൽ തന്നെ ഉണ്ടാകും. ഇന്നലെ മന്ത്രിമാരും DIG-യും കളക്ടറും SP-യും റവന്യൂ ഉദ്യോഗസ്ഥരും ആശുപത്രി അധികൃതരും ഒക്കെ തന്നെ ചേർന്ന് യോഗം ചേർത്തിരുന്നു. അവലോകന യോഗത്തിന് ശേഷമാണ് ഇന്ന് ഏത് തരത്തിൽ ഇത്തരത്തിൽ എങ്ങനെ വേണം ഇന്നത്തെ ഒരു തെരച്ചിൽ എന്നെ സംബന്ധിച്ചൊക്കെ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത്. കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. മറ്റൊന്ന് നിമി, ഈ ദുരന്തത്തിൽ മരിച്ച 3 ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്ത ശേഷം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും. മരിച്ച 3 പേരെയായിരുന്നു തിരിച്ചറിഞ്ഞിരുന്നത്. ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള അൽമോൻ ദോദ്രായി, ബീഹാർ സ്വദേശിയായിട്ടുള്ള ബികാഷ് കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള ചന്ദ്രപാൻ പാൽ എന്നിവരായിരുന്നു. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ വൈത്തിരി ഗവൺമെന്റ് ആശുപത്രിയിൽ പൂർത്തിയാക്കിയിരുന്നു. ഇവരുടെ മൃതദേഹം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്ത ശേഷമാണ് സ്വന്തം നാട്ടിലേക്ക് അയക്കുക. അതേസമയം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ മേപ്പാടി മിംസ് ആശുപത്രിയിൽ കഴിയുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അതിലൊന്ന് മധ്യപ്രദേശ് സ്വദേശി ദിലീപാണ്. ദിലീപിന്റെ നിലയാണ് ഏറ്റവും അധികം ഗുരുതരമായി തുടരുന്നതെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മറ്റ് ചികിത്സയിലുള്ള ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന കാര്യവും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് ഇന്നലെ തന്നെ ആരംഭിക്കും. നിയന്ത്രിതമായി മാത്രമേ ഈ ദുരന്തം നടന്ന പ്രദേശത്തേക്ക് ആളുകളെ കയറ്റിവിടുന്നുള്ളൂ. അത് സ്വാഭാവികമായും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നടത്തിപ്പ് അത് സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇന്നലെ അടക്കം ധാരാളം ആളുകൾ ഇങ്ങോട്ട് എത്തിയത് ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രധാനമായും ഈ പാത, അതായത് മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയ്ക്ക് പോകുന്ന ഏക പാത ഇതാണ്. അതുകൊണ്ട് തന്നെ ചൂരൽമല, അട്ടമല പ്രദേശങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ റോഡിലെ മണ്ണ് നീക്കുക എന്നുള്ളതിന് കൂടി പ്രഥമ പരിഗണന നൽകിയിരുന്നു. സ്വാഭാവികമായും ഈ കാണാതായ ആളുകളെ തിരഞ്ഞ് അവരെ കണ്ടെത്തുന്നതിനുള്ള പരിഗണനയ്ക്കൊപ്പം തന്നെ റോഡ് കൂടി ഗതാഗത യോഗ്യമാക്കുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും അവിടെ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരുന്നു. തുടർന്നാണ് ഈ പാതയിലെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ കുറച്ചുകൂടി സുഗമമായി മണ്ണ് നീക്കുന്ന മണ്ണുകൾ അത് ഇവിടെ നിന്ന് മാറ്റുന്നതിനൊക്കെ തന്നെ സാധിക്കും. അതിനുവേണ്ടിയാണ് ആദ്യം ഈ റോഡ് ക്ലിയർ ആക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് വിവിധ സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഈ പ്രദേശത്ത് നടക്കുക. ഇവിടെ പ്രധാനമായും ഇനി കണ്ടെത്താനുള്ള ആളുകൾക്ക് വേണ്ടി, അതായത് ഇതുവരെ ഔദ്യോഗിക കണക്ക് പ്രകാരമുള്ള ആളുകളെ കൂടാതെ മറ്റാരെങ്കിലും അവിടെ പെട്ടുകിടക്കുന്നുണ്ടോ, ആരെങ്കിലും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഒക്കെ തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഊർജിതമായ ഒരു തിരച്ചിലിനാണ് ഇന്ന് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുള്ള സ്ഥലം, അവിടെ നിന്ന് താഴേക്ക് കുത്തിയൊലിക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമാണ്. മാത്രമല്ല ഇപ്പോഴും ഈ ദുരന്തം നടന്ന പ്രദേശത്ത് മഴയുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും
കനത്ത മഴയാണ് ഈ മേപ്പാടി മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അത് ഈ രക്ഷാപ്രവർത്തനത്തിന് മണ്ണ് നീക്കൽ പ്രവർത്തനത്തിനൊക്കെ തന്നെ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാകുന്നതിനടക്കം ഈ മഴ കാരണമാകുന്നുണ്ട്. ഏതായാലും ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഏതാനും സംഘങ്ങൾ രാവിലെ തന്നെ എത്തി ഇപ്പോൾ തിരച്ചിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതലായി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെയുണ്ട്. ആ ഭാഗത്ത്, അതായത് റോഡിൻ്റെ സെൻട്രൽ ഭാഗത്തേക്കായിട്ടുള്ള ഭാഗത്തൊക്കെ തന്നെ തിരച്ചിൽ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ തിരച്ചിൽ രക്ഷാദൗത്യം രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി വൈകിയാണ് ഈ തിരച്ചിൽ അവസാനിപ്പിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. സാധ്യമായ രീതിയിലുള്ള എല്ലാ തരത്തിലും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രക്ഷാപ്രവർത്തകർ ചെയ്യുന്നത്. ഈ വീടിൻ്റെ അടക്കം ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കാണിച്ചതാണ്. ഈ വീട് പൂർണ്ണമായും നാശാവസ്ഥയിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം, കൃത്യമായി ആ ഭാഗത്തേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടായ ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മുകളിൽ നിന്ന്, അതായത് ആ ഭാഗത്ത് ഈ പദ്ധതിയുടെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്ത് അവിടെ ഒരു ലെയറായി ഇട്ടിരിക്കുന്ന ഭാഗമായിരുന്നു. ആ ഭാഗത്ത് മണ്ണൊലിച്ചിൽ തടയുന്നതിന് വേണ്ടി കോൺക്രീറ്റ് പാളികൾ ഈ മണ്ണിന് മുകളിൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ആ കോൺക്രീറ്റ് പാളി ഉൾപ്പെടെയാണ് ഇന്നലെ ഈ മണ്ണിടിച്ചിലിൽ കുത്തി ഒലിച്ച് വന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു അപകടമാണ് ഇന്നലെ ഉണ്ടായത്. ഈ മീനാക്ഷി പാലത്തിനുൾപ്പെടെ കേടുപാടുകൾ ഈ ഭീമൻ കോൺക്രീറ്റ് ഭിത്തി എത്തിയതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബലക്ഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അത്തരം നടപടികൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തിരച്ചിൽ രക്ഷാ ദൗത്യം തന്നെയാണ്. 2 മന്ത്രിമാരും സംഭവ സ്ഥലത്തേക്ക് രാവിലെ മുതൽ തന്നെ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവർ നേരിട്ടായിരിക്കും, മന്ത്രി എ പി അനിൽകുമാറും ഉപമന്ത്രി ടി സിദ്ദീഖും ഒരുമിച്ചായിരിക്കും ഈ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നടത്തുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഈ 2 മന്ത്രിമാരും ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ആ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. കുത്തിയൊലിച്ച് ആ മലയൊന്നാകെ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയായിരുന്നു. ജീവനും കൊണ്ടോടിയ തൊഴിലാളികൾ, അതിൽ പെട്ടുപോയ തൊഴിലാളികൾ, മരിച്ച 3 പേരും അതിഥി തൊഴിലാളികളാണ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഏതായാലും ഇനി കണ്ടെത്താനുള്ളത് നിർമ്മാണ മേഖലയിൽ തന്നെയുള്ള തൊഴിലാളികളെയാണ്. അതല്ലാതെയുള്ള ആളുകളുണ്ടോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നു. ഇവർക്കായൊക്കെയുള്ള തിരച്ചിലാണ് ഇന്ന് ഏതായാലും നടക്കുക. പാത സുഗമമാക്കി എന്നുള്ളതാണ് ഇന്നത്തെ രക്ഷാദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കുറച്ചുകൂടി വേഗത്തിൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ പങ്കുവെക്കുന്നത്. നിമി, സുധിഷ, എനിക്ക് തോന്നുന്നു ആ സ്ഥലത്ത് ഇപ്പോഴും ചെറിയ രീതിയിൽ മഴയുണ്ട്. നേരത്തെ കിരൺ പറയുമ്പോഴും അവിടെ മഴ പെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ പകൽ വെളിച്ചത്തിൽ തെരച്ചിൽ നടന്നു. ഇന്നൊരു സമ്പൂർണ്ണ തെരച്ചിലായിരിക്കുമോ? പരമാവധി മണ്ണ് നീക്കിയുള്ള ഒരു പരിശോധനയായിരിക്കുമോ ഇന്ന് നടക്കുക? അതെ നിമ്മി, ഏതാണ്ട് ഇന്ന് പുലർച്ചെ 3 മണി വരെ ഇവിടുത്തെ ഈ രക്ഷാദൗത്യം നീണ്ടിരുന്നു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ റോഡിൽ മുഴുവൻ വലിയ മൺകൂനകളാണ്. നമുക്ക് ആ മൺകൂനയുടെ ഒരു ഉയരമൊക്കെ തന്നെ അവിടെ ആ മണ്ണുമാന്തി യന്ത്രം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ കഴിഞ്ഞേക്കും. അത്രയധികം മണ്ണ്, അതായത് ആ മല ഇടിഞ്ഞു വന്ന മണ്ണും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ കൂട്ടിയിട്ടുള്ള മണ്ണും, ഈ മലയിടിച്ചിലുണ്ടായപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണുകൂടിയാണ് ഈ റോഡിലേക്കും ഈ ഭാഗത്തേക്കും കുത്തി ഒലിച്ചിറങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു മൺകൂമ്പാരമാണ് ഈ പ്രദേശത്തേക്ക് ഒഴുകിയെത്തിയത്. അതായിരുന്നു ആ റോഡിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മറുഭാഗത്തു നിന്ന് ആരെങ്കിലും കണ്ടെത്തിയപ്പോഴൊക്കെ തന്നെ ഇന്നലെ അവരെ നടന്ന് ചുമന്ന് ഏതാണ്ട് മീറ്ററുകൾക്കകം 100-200 മീറ്ററിലധികം ദൂരത്തേക്ക് ചെളിയിലൂടെ നടന്ന് കൊണ്ടുവന്ന ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റോഡ് ഇന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഇന്ന് തിരച്ചിൽ നടത്താനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. താഴെ ഭാഗത്തേക്കടക്കം തിരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. മണ്ണ് മാന്തി പൂർണ്ണമായുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നടക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലാണ്, അതായത് ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാത മുഖം എന്ന് പറയുന്നത് ആ ദുരന്തം നടന്ന, അല്ലെങ്കിൽ ആ മണ്ണിടിച്ചിൽ നടന്നിട്ടുള്ള തൊട്ടിപ്പുറത്ത് തന്നെയാണ്. അവിടെയാണ് തുരങ്കത്തിന്റെ മുഖം വരുന്നത്. ആ ഭാഗത്തൊക്കെ തന്നെ മണ്ണെടുത്തതും മണ്ണ് കൂട്ടിയിട്ടതുമായ ഭാഗത്തൊക്കെ തന്നെ നീല പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയതൊക്കെ തന്നെ നമുക്ക് കാണാം. ഈ പദ്ധതി പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാക്കിയത് എന്നതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഉൾപ്പെടെ ഒലിച്ചു വന്നതാണ് ഇത്രയധികം ദുരന്തത്തിന് ആഘാതം കൂട്ടുന്നതിന് കാരണമായിട്ടുള്ളത്. പോലെ തന്നെ മണ്ണിൽ
കോൺക്രീറ്റ് ഭിത്തി അതും മീറ്ററുകളോളം താഴേക്ക് ഒലിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതിന് താഴെ മീനാക്ഷി പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ ഇരുഭാഗങ്ങളിലുമായി ഈ മൺകൂനകൾ അത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ തന്നെ തിരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തേക്കുമുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത്. ഇനി ഈ 4 സോണുകളാക്കിക്കൊണ്ട് NDRF-ഉം ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് സംഘങ്ങളും ചേർന്നാണ് പരിശോധന നടത്തുക. മന്ത്രിമാർ അത് ഏകോപിപ്പിക്കാൻ സ്ഥലത്ത് രാവിലെ മുതൽ തന്നെ ഉണ്ടാകും. ഇന്നലെ മന്ത്രിമാരും DIG-യും കളക്ടറും SP-യും റവന്യൂ ഉദ്യോഗസ്ഥരും ആശുപത്രി അധികൃതരും ഒക്കെ തന്നെ ചേർന്ന് യോഗം ചേർന്നിരുന്നു. അവലോകന യോഗത്തിന് ശേഷമാണ് ഇന്ന് ഏത് തരത്തിൽ ഇത്തരത്തിൽ എങ്ങനെ വേണം ഇന്നത്തെ ഒരു തെരച്ചിൽ എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത്. കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. മറ്റൊന്ന് നിമി, ഈ ദുരന്തത്തിൽ മരിച്ച 3 ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്ത ശേഷം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും. മരിച്ച 3 പേരെയായിരുന്നു തിരിച്ചറിഞ്ഞിരുന്നത്. ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള അൽമോൻ ദോദ്രായി, ബീഹാർ സ്വദേശിയായിട്ടുള്ള ബികാഷ് കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള ചന്ദ്രപാൻ പാൽ എന്നിവരായിരുന്നു. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ വൈത്തിരി ഗവൺമെന്റ് ആശുപത്രിയിൽ പൂർത്തിയാക്കിയിരുന്നു. ഇവരുടെ മൃതദേഹം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്ത ശേഷമാണ് സ്വന്തം നാട്ടിലേക്ക് അയക്കുക. അതേസമയം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ് മേപ്പാടി മിംസ് ആശുപത്രിയിൽ കഴിയുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അതിലൊന്ന് മധ്യപ്രദേശ് സ്വദേശി ദിലീപാണ്. ദിലീപിന്റെ നിലയാണ് ഏറ്റവും അധികം ഗുരുതരമായി തുടരുന്നതെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മറ്റ് ചികിത്സയിലുള്ള ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന കാര്യവും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് ഇന്നലെ തന്നെ ആരംഭിച്ചു.